Hi friends, welcome to Lal Brothers Media. We plus 2 first chapter aya electric charges and field problems ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 3 പാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നാലാമത്തെ പാർട്ട് ആണ്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് consider 3 charges Q1, Q2, Q3 each equal to Q at the vertices of an equilateral triangle of side L. What is the force on a charge capital Q bracket പറയുന്നുണ്ട് with the same sign as small q placed at the centroid of the triangle as shown in the figure. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എ ബി സി. ഇവിടെ Q1 അതിന്റെ വാല്യൂ Q, Q2 വാല്യൂ Q തന്നെയാണ്, Q3 വാല്യൂ Q. ഇനി ഇതിന്റെ സെൻട്രോയിഡിൽ എന്താ അവിടെ സെൻട്രലായിട്ട് സെൻട്രോയിഡ് ഞാൻ O എന്ന് പറയാം. അവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്തു, ക്യാപിറ്റൽ Q ആണ്. ഇവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ Q ആണ്. അപ്പൊ ഈ ക്യാപിറ്റൽ Qയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കാണും. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ Qന്റെ സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൈൻ ഈക്വൽ ആണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആണ്. ഇവിടെ ഇത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്താണ് Q എന്താണ് പോസിറ്റീവ് ആണ്. രണ്ടും ഒരേ ചാർജ് ലൈക്ക് ചാർജ് ആണ്. അത്രേ ഉള്ളൂ. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണും. അപ്പൊ നെറ്റ് ഫോഴ്സ് കാണാൻ വേണ്ടി ഇവിടെ നോക്ക്, ഈ ചാർജ് എന്താ ഈ Q എന്ന ചാർജ് Q ഇതിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 3 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് Q1 ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും, Q2 കൊടുക്കും, Q3 കൊടുക്കും. അപ്പൊ ഈ 3 ഫോഴ്സ് കണ്ട് അതിന്റെ സം കണ്ടുപിടിച്ചാൽ, വെക്ടർ സം കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഫോഴ്സ് കിട്ടും. അപ്പൊ ആദ്യം കാണുന്നത് F1 ആണ്. F1 എന്ന് പറഞ്ഞാൽ Q1 Qന് കൊടുക്കുന്ന ഫോഴ്സ് എന്താ ഫോർമുല എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്. ഏത് കോൺസ്റ്റന്റ്? 1/4πε0 Q1 Q2 അല്ലെ. Q1ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? Q. Q2ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? ക്യാപിറ്റൽ Q ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് എന്താ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് സെൻട്രോയിഡ് അല്ലേ. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡും വെർട്ടിസസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ AO ഈക്വൽ ടു, അതുപോലെ തന്നെ എന്താണ് CO, എല്ലാം സെയിം ആണ്. CO ഈക്വൽ ടു BO അതെന്ന് പറഞ്ഞാൽ 1/√3 ഇൻറ്റു സൈഡ് എല്ലാണെന്ന് പറയുന്നുണ്ട് കേട്ടാ. നിങ്ങൾ ലോവർ ക്ലാസ് പഠിച്ചോളുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വെർട്ടിസസ് ആൻഡ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/√3 ഇൻറ്റു സൈഡ്. ശരി, അപ്പൊ ഇവിടെ എന്താണ്? ഇതിന്റെ സ്ക്വയർ അല്ലേ ഡിസ്റ്റൻസ്, ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. അപ്പൊ എന്താ കിട്ടാം? ഇത് നമുക്ക് എന്ത് ഇങ്ങനെ ആയിക്കൂടെ? L/√3 അതല്ലേ. അപ്പം ഇതിന്റെ സ്ക്വയർ അപ്പൊ എന്ത് കിട്ടി? L² ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ എത്രയാണ്? 3. പക്ഷെ 3 അങ്ങോട്ട് പോകും, മുകളിലോട്ട് പോവേ. 3 എവിടെ എഴുതി? മുകളിൽ എഴുതി. 3 എടുത്ത് മുകളിൽ എഴുതി. ഇവിടെ L²/3 ആണ്. എങ്ങനെ 3 ആയത്? √3യുടെ സ്ക്വയർ ആണ് 3 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 3 ആണ്. അങ്ങോട്ട് പോയി മുകളിലോട്ട് പോയി. ഇനി ഡയറക്ഷൻ ഇടണം. ഇത് രണ്ടും ഒരേ ചാർജ് അല്ലേ, ലൈക്ക് ചാർജ് അല്ലേ. അപ്പൊ എന്താ വരുന്നത്? റിപ്പൾഷൻ എന്ന് പറഞ്ഞാൽ അകന്നു പോകും ആണല്ലോ. അപ്പൊ എങ്ങോട്ടാ എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഇത് റിപ്പൾഷനാ കൊടുക്കുന്നത്. അപ്പൊ എങ്ങോട്ടാ ഫോഴ്സ് അയക്കുന്നത്? അങ്ങോട്ടാ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അട്രാക്ഷൻ ആണ് ഇങ്ങോട്ട് വലിക്കും, റിപ്പൾഷൻ ആണ് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്താ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടാ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നത്. ഡയറക്ഷൻ ഇങ്ങനെ, ഡയറക്ഷൻ ഇങ്ങനെ F1. അപ്പൊ എന്താ? along AO, എന്ന് ഓയിലോട്ട്. അപ്പൊ അതായി. അടുത്ത് F2. ഇനിയല്ല എളുപ്പമാണ്. F2 Q2 Qയിലുള്ള ഫോഴ്സ് അതെന്താണ്? 1/4πε0. അവിടെയും Q തന്നെയാണ്, വ്യത്യാസമില്ല. ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് എന്ത് തന്നെ? BO അതെന്ത് തന്നെയാണ്? L/√3 എന്തിനെ കിട്ടും? L²/3 എന്ന് കിട്ടും. മാക്സിമം സെയിം തന്നെ. ഇതോ രണ്ടും ഒരേ ചാർജ് അല്ലേ, പോസിറ്റീവ്, അകന്നു പോകും. അപ്പൊ എങ്ങോട്ടാണ്? അങ്ങോട്ട്. അപ്പൊ ഡയറക്ഷൻ അങ്ങോട്ടാ, ഇങ്ങനെ
ഇതിങ്ങനെ പോവും. ഇത് F2. F2. അപ്പൊ എന്താണ്? ബി ഇന്ന് ഓയിലോട്ട് എലോങ് BO. എലോങ് BO. F3 ആണ്. Q3 Qയിൽ കൊടുത്ത ഫോഴ്സ് സെയിം തന്നെ, വ്യത്യാസമില്ല. എന്താ? 1/4πε0. രണ്ടിടത്തും ക്യൂവും ക്യാപിറ്റൽ ക്യൂ തന്നെയാണ്. ഡിവൈഡ് ബൈ L²/3 ആണ്. 3 അങ്ങോട്ട് പോയി മോളിൽ. എല്ലാ ഡിസ്റ്റൻസും സെയിം ആണ്. ഡയറക്ഷൻ അങ്ങോട്ടാ? ഇവിടെ ലൈക്ക് ചാർജ് പുറത്തേക്കാണ് എലോങ് CO. അപ്പൊ ഡയറക്ഷൻ വരും ഇതെങ്ങനെ? ഇത് F3. ഇവിടെ O, ഇവിടെ എന്ത് പ്ലേസ് ചെയ്തു? Q പ്ലേസ് ചെയ്തു. ഇനി നെറ്റ് ഫോഴ്സ് ആണ്. ശരി, നെറ്റ് ഫോഴ്സ് ആണ്. മോർ നോക്കാം. ഞാൻ ആദ്യം ഈ F3 F2 നോക്കുകയാണ്. രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സുമാണ് ചെയ്യുന്നത്. ആദ്യം F3യും F2. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞാൻ തേർഡ് പാർട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് ഇടയ്ക്കായിരിക്കൂലേ? ഇതിന് ഇടയ്ക്കാണ്. എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. എന്തുകൊണ്ടാ ഇത് രണ്ടും അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? ഇടയ്ക്കായിരിക്കും. ഞാൻ F4 എന്ന് കൊടുക്കാം. F4. ഈ രണ്ടിന്റെ റിസൾട്ട് എങ്ങനെ F4 കാണുന്നത്? ഫോർമുല എന്താണ്? ആദ്യം ഒന്നാമത്തെ വെക്ടറിന്റെ സ്ക്വയർ, അതായത് F3യുടെ സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ വെക്ടർ F2ന്റെ സ്ക്വയർ പ്ലസ് 2 F3 F2 പിന്നെന്താണ്? cos θ. ഇതിനിടയ്ക്ക് ആംഗിൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാ. എത്ര ആംഗിളാ വരുന്നത്? ഇതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് ഇത് എത്ര ആംഗിളാ വരുന്നത്? ഇതിനിടയ്ക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ 120. ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 120 ആണല്ലോ. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും F1 F2 F3 എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. ഇവിടെ ഡയറക്ഷൻ ഇതിലല്ലേ? എലോങ് CO ആണ്. നമുക്ക് എന്ത് കിട്ടി? F1 മാഗ്നിറ്റ്യൂഡ് F1 ഈക്വൽ ടു magnitude of F2 equal to magnitude of F3. എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതുകൊണ്ട് എന്തെന്ന് കൊടുക്കുന്നു? F1 കൊടുക്കുന്നു. ഇതിൽ ചെയ്ത പോലെ തന്നെയാണ്. റൂട്ട് ഓഫ് ഇവിടെ എന്താണ്? F² പ്ലസ് എല്ലാ F എന്ന് കൊടുത്താൽ മതി. ഇവിടെ എന്താ? 2 F into F എന്താ? F² cos 120 എന്ന് പറഞ്ഞാൽ -1/2 ആ. അപ്പൊ റൂട്ട് ഓഫ് ഈ 2 ക്യാൻസൽ. ഇവിടെ എത്ര? F² എത്രയായി? 2F². ഇവിടെ -1 into പ്ലസ് എന്താണ്? ഇവിടെ F² ഉണ്ട്. മൈനസ് ഇൻറ്റു പ്ലസ് എന്തായി? മൈനസ് പിന്നെ എന്തുണ്ട്? F². അപ്പൊ എത്ര? 2F² ഒരു F² മൈനസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? റൂട്ട് ഓഫ് F². ആൻസർ എത്ര കിട്ടി? F എന്ന് കിട്ടി. അപ്പൊ F4ന്റെ വാല്യൂ എന്ത് തന്നെയാണ്? F തന്നെയാണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര? F4ന്റെ വാല്യൂ എത്രയാണ്? F. അപ്പൊ ഇനിയിപ്പം എത്ര ഫോഴ്സേ ഉള്ളൂ? 2 ഫോഴ്സേ ഉള്ളൂ. കാരണം F3യും F2 കൂടെ ചേർന്നപ്പോ എന്ത് കിട്ടി? F4 കിട്ടി. അപ്പൊ അത് രണ്ടും പോയെ F4 കിട്ടി. F4ന്റെ വാല്യൂ എത്ര? F. F1ന്റെ വാല്യൂ എത്ര? അതും F. അപ്പൊ ഇത് രണ്ടും എന്തെന്ന് കിട്ടി? ഈക്വൽ എന്ന് കിട്ടി. ഈക്വൽ മാത്രമല്ല ഓപ്പോസിറ്റ് അല്ലേ? ഒരാൾ നേരെ മുകളിലോട്ട്, ഒരാൾ നേരെ താഴോട്ട്. അപ്പൊ ഈക്വലും ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നെറ്റ് ഫോഴ്സ് എത്ര? 0. അപ്പൊ ക്യാപിറ്റൽ ക്യൂന്റെ നെറ്റ് ഫോഴ്സ് ചോദിച്ചാൽ ആൻസർ എത്രയാണ്? 0. അപ്പൊ നെറ്റ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ എന്ന് പറഞ്ഞാൽ 0. റീസൺ ക്ലിയർ ആണല്ലോ. മൊത്തം 3 ഫോഴ്സേ ഉള്ളൂ. F1 F2 F3. അതിൽ F3യും F2 ഒരേ ഡയറക്ഷൻ. നമ്മൾ വെക്ടർസം കാണുമ്പോൾ നടുക്ക് കിട്ടും. F4 എന്ന് കിട്ടി, അതിന്റെ വാല്യൂ F എന്ന് കിട്ടുന്നു. അപ്പൊ ഇവിടെ ഇത് F, ഇതും F, രണ്ടും ഈക്വലും ആണ്, ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകും. നെറ്റ് ഫോഴ്സ് 0. അടുത്ത ക്വസ്റ്റ്യൻ. A conducting sphere of radius 10 cm has an unknown charge. If electric field is 20 cm from the center of the sphere, is 1.5 into 10 raised to 3 Newton per coulomb and points radially inwards. What is the net charge on the sphere? അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സ്പിയർ ആണ് പറയുന്നത്. സ്പിയറിന്റെ റേഡിയസ് ഉണ്ട്. സ്പിയറിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ അത് വരുന്നത് ക്യാപിറ്റൽ R എത്ര? 10 സെന്റിമീറ്റർ. 10 into 10 raised to -2 സെന്റിമീറ്റർ എന്താക്കി? മീറ്റർ ആക്കി. പിന്നെ എന്ത് പറയുന്നു? If the electric field 20 cm from the center of the sphere. അപ്പം നമ്മുടെ സെന്ററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ആളെയാ? 20 സെന്റിമീറ്റർ അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ആണ് പറയുന്നു. അതെത്ര? 20 സെന്റിമീറ്റർ. സെന്റിമീറ്റർ മീറ്റർ ആക്കാൻ 20 into 10 raised to -2 മീറ്റർ ആയി.
ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, ഇ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ പെർ കൂളം. ഇത് കൂടുതൽ കാര്യം പറയുന്നത് ഇൻവേഴ്സ് ആണ് പറയുന്നത്. അത് പറയാൻ കാരണം ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. പുറത്തേക്കാണെങ്കിൽ പോസിറ്റീവ്, അകത്തേക്കാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ചാർജിന്റെ നേച്ചർ നെഗറ്റീവ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഡയറക്ഷൻ പറഞ്ഞിട്ടുള്ളത്. ഇൻവേഴ്സ് എന്ന് പറയുന്നത്, ഇൻവേഴ്സ് എന്ന് പറയുന്നത് അകത്തേക്കാണ്. അപ്പൊ ചാർജിന്റെ നേച്ചർ ചോദിക്കുകയാണെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ശരി, നമുക്ക് എന്ത് കാണണം? ചാർജ് കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. സ്പിയർ ആണ്. സ്പിയറിൽ ഗോസ് തിരുത്തുമ്പോൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. എന്റെ ഈ കാണുന്ന ഫോമുല എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ആർ ഡിവൈഡ് ബൈ എന്താണ്? സ്മോൾ ആർ സ്ക്വയർ. അപ്പൊ അവിടെ നിന്ന് ആദ്യം സിഗ്മ കാണുക. അവിടെ എന്ത് കാണണം? സിഗ്മ കാണുക. ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് കൊടുക്കാം. ഇവിടെ നോക്കാം. സിഗ്മ എങ്ങനെ കാണുന്നത്? ചാർജ് ബൈ ഏരിയ. ഇവിടെ ഏരിയ എത്ര? 4 ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പൊ ചാർജ് എത്ര? ക്യൂ ഡിവൈഡ് ബൈ സർഫസ് ഏരിയ എത്രയാണ്? സ്പിയർ ആയതുകൊണ്ട് 4 പൈ ആ സ്പിയറിന്റെ സർഫസ് ഏരിയ ആണ്. അപ്പൊ സ്പിയറിന്റെ റേഡിയസിന്റെ സ്ക്വയർ. അവിടെ നിന്ന് അത് കൊടുക്കുകയാണെങ്കിൽ E is equal to സിഗ്മയുടെ സാന്ദ്രത കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടി? ക്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ എന്താ വരുന്നത്? 4 പൈ ആർ സ്ക്വയർ. അപ്പൊ ഞാൻ സിഗ്മയുടെ സാന്ദ്രത കൊടുത്തു, ക്യൂ ബൈ 4 പൈ ആർ സ്ക്വയർ കൊടുത്തു. പിന്നെ അവിടെ എന്തുണ്ട്? 1 ബൈ എപ്സിലോൺ 0 ഇല്ലേ? ക്യൂ സിഗ്മയുടെ സ്ഥാനത്താണ് ഈ വാല്യൂ കൊടുത്തു, ആ വാല്യൂ എടുത്ത് കൊടുത്തു. ബാക്കി എന്താ? 1 ബൈ എപ്സിലോൺ 0 ഉണ്ട്. പിന്നെ എന്തുണ്ട്? ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ ഉണ്ട്. അപ്പൊ ആര് ക്യാൻസൽ ആവും? ഇത് ക്യാൻസൽ ആയി. ഞാൻ അറേഞ്ച് ചെയ്യണേ. അറേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? 1 എടുത്ത് ആദ്യം എഴുതി, 4 ബൈ എപ്സിലോൺ 0 ആദ്യം എഴുതി. പിന്നെ എന്തുണ്ട് ഇവിടെ? ക്യൂ ഡിവൈഡ് ബൈ എന്താണ്? ആർ സ്ക്വയർ. ഇവിടെ ഇയുടെ വാല്യൂ കൊടുക്കുക. 1.5 ഇൻറ്റു 10⁻³ ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ 0. അതിന്റെ വാല്യൂ കൊടുത്തു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ക്യൂ അറിയില്ല ഡിവൈഡ് ബൈ ആർ സ്ക്വയർ സ്മോൾ ആർ സ്ക്വയർ. എത്ര വരുന്നത്? 20 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ. അവിടുന്ന് ക്യൂ ആണ് വേണ്ടത്, ഈ ക്യൂ ആണ് വേണ്ടത്. അപ്പൊ ക്യൂ ആയിട്ട് ബാക്കിയുള്ള എപ്പുറത്തുണ്ടോ? അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇത് ഇങ്ങനെ ഇൻറ്റു ആണ്. അപ്പൊ എന്ത് കിട്ടി? 1.5 ഇൻറ്റു 10⁻³ ഇൻറ്റു 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400. അപ്പൊ ഇവിടെ 400 കിട്ടും. 400 ഇങ്ങോട്ട് ക്രോസ് ചെയ്തേ. അപ്പൊ 400 10⁻² ദ ഹോൾ സ്ക്വയർ 10⁻⁴. അത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ എത്ര? 10⁻⁴ ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ഇപ്പം ക്യൂ മാത്രമേ ഉള്ളേ. പിന്നെ എന്തുണ്ട് ഇവിടെ മുകളില്? ഡിനോമിനേറ്ററിൽ 9 ഇൻറ്റു 10⁻9 അത് ഡിവൈഡ് ചെയ്യാം. 9 ഇൻറ്റു 10⁻9 ക്യൂ ഈക്വൽ ടു അവിടെ എന്തൊക്കെയുണ്ട്? 10⁻3ഉം 10⁻9ഉം കട്ട് ചെയ്തു. ഇവിടെ ബാക്കി 9ൽ 3 പോയി, ബാക്കി 6 ഉണ്ട്. ഈ 10⁻6 മോളിൽ പോയി. ഇവിടെ 10⁻⁴ 10⁻6 മോളിൽ പോകും 10⁻⁻6. അപ്പൊ 10⁻⁻4 10⁻⁻6. അപ്പൊ എന്ത് കിട്ടി? 10⁻10 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് 1.5 ഇൻറ്റു 400. അപ്പൊ 600/9 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 66.6 പോയിക്കൊണ്ടിരിക്കും. ഇനി 10⁻10 കൂളം. അടുത്ത ക്വസ്റ്റ്യൻ. ഫിഗർ ബിലോ ഷോസ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫോർ 2 point ചാർജസ് സെപ്പറേറ്റ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അപ്പൊ 2 പോയിന്റ് ചാർജസ് പറയുന്നു. ഫിഗർ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദി റേഷ്യോ ഓഫ് Q1/Q2. Q1/Q2 എത്രയെന്നാണ്? Q1/Q2 ഇതിന്റെ വാല്യൂ തന്നിട്ടില്ലേ. അപ്പോൾ നമുക്ക് വാല്യൂ എത്ര എഴുതാൻ പറ്റില്ല. നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇതിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണോ, ഗ്രേറ്റർ ദാൻ 1 ആണോ, ഈക്വൽ ടു 1 ആണോ, ഇത് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ഇതിൽ ആര് വലുതെന്ന് നോക്കണം. അതായത് Q1ഉം Q2 ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. Q1 ആണ് വലുതെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. Q1 ചെറുതാണെങ്കിൽ ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പൊ Q1 ആണോ Q2 ആണോ വലുതെന്ന് നോക്കുക. അതെങ്ങനെ മനസ്സിലാവും? ഫിഗർ നോക്കുക. നമ്മള് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നതാണ്. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ, ഡെൻസർ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ, അടുത്തടുത്ത് കാണപ്പെടുകയാണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതൽ എന്നാണ് മീനിങ്. ഇപ്പൊ ഈ ഫിഗർ നോക്കുമ്പോൾ അറിയാൻ പറ്റും
ഏറ്റവും കൂടുതൽ ഡെൻസ് ആയിട്ട് കാണപ്പെടുന്ന എവിടെയാ? Q1 അടുത്താണ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡെൻസർ ആയിട്ട് കാണപ്പെടുന്നത്, അടുത്തടുത്ത് കാണപ്പെടുന്നത്. അപ്പൊ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ കൂടുതൽ? Q1 കൂടുതൽ. എന്റെ മീനിങ് എന്താ? Q1 മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ആരേക്കാൾ? Q2 അതുകൊണ്ട് Q1 വലുതായതുകൊണ്ട് ആൻസർ ഗ്രേറ്റർ ദാൻ 1. റീസൺ എന്താ? Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q2. നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് Q1 കൂടുതൽ. ബി പാർട്ട്, വാട്ട് ആർ ദ സൈൻസ് ഓഫ് Q1 ആൻഡ് Q2? Q1 സൈൻ പറയണം, സ്ഥിരമായി ചോദിക്കുന്നത്, എളുപ്പമാണ്. അപ്പൊ എന്താ? ഡയറക്ഷൻ നോക്കുക. അതായത് പുറത്തോട്ടാണ് ഡയറക്ഷൻ എങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ ഡയറക്ഷൻ പുറത്തോട്ടല്ലേ, അപ്പം Q1 പോസിറ്റീവ്. ഇനി ഒരു ചാർജിലേക്കാണ് വന്നു ചേരുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണ്. ഇതാ എല്ലാ ലൈൻസ് ഓഫ് ഫോഴ്സും Q2 വന്നു ചേരുന്നത്, അപ്പൊ Q2 എന്താണ്? നെഗറ്റീവ്. അപ്പൊ ഇത് എ പാർട്ട്, ഇത് ബി പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിംഗ് സ്പിയർ ഓഫ് 2.4 meter diameter has a surface charge density 80 microcoulomb per meter square. ഫസ്റ്റ് എന്ത് കാണണം? ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്പിയർ കാണണം. രണ്ടാമത്തെ വാട്ട് ഈസ് ദ ടോട്ടൽ ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്പിയർ. അപ്പൊ എന്താ കാണണം? ഫ്ലക്സും കാണണം, ചാർജും കാണണം. അപ്പൊ എന്തൊക്കെയുണ്ട് അതില്? ഡയമീറ്റർ ഉണ്ട്. അപ്പൊ ഡയമീറ്റർ ഒന്ന് റേഡിയസ് കിട്ടും. സ്പിയറിന്റെ ഡയമീറ്റർ, സ്പിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ R. അത് എത്രയെന്ന് കിട്ടി? 1.2 meter. 2.4 ആണ്, അതിന്റെ പകുതി എടുക്കുക. പിന്നെ എന്താ വന്നിട്ടുള്ളത്? സർഫസ് ചാർജ് ഡെൻസിറ്റി വന്നിട്ടുണ്ട് സിഗ്മ. അത് എത്രയാണ്? 80 μc per meter square. കൺവേർട്ട് ചെയ്യണം, മ്യൂസിയെ കൂടെ മാറ്റണം. ഇൻറ്റു 10⁻⁻6. 80 ഇൻറ്റു 10⁻⁻6. അപ്പൊ എന്തായി? മ്യൂസി എന്തായി മാറി? കൂളം പെർ മീറ്റർ സ്ക്വയർ ആയി. അതെ, എ പാർട്ട് എന്താണ്? ചാർജ് കാണണം. അപ്പൊ അവിടെ വീണ്ടും നമ്മുടെ സ്പിയർ ആണ് ചാർജ്, വേറെ ഒന്നുമില്ല. സിഗ്മയുടെ ഫോർമുല എഴുതുക. സിഗ്മ എങ്ങനെ കാണുന്നത്? Q ബൈ ഏരിയ. ഏരിയ എത്ര? 4πR². ചാർജ് അല്ല വേണ്ടത്, എന്ത് ചെയ്യുക? അതായത് ഏരിയ ഇൻറ്റു സിഗ്മ. അപ്പൊ എന്ത് കിട്ടും? Q is equal to സിഗ്മ ഇൻറ്റു 4πR². സിഗ്മ വന്നിട്ടുണ്ട് 80 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 4 ഇൻറ്റു പൈയുടെ വാല്യൂ കൊടുക്കുക 3.14 ഇൻറ്റു R². അതാ റേഡിയസ് 1.2 സ്ക്വയർ. ഇത്രയും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1.44 ഇൻറ്റു 10⁻³ കൂളം എന്ന് കിട്ടും. ചാർജായി. ബി പാർട്ട് എന്താണ്? ഫ്ലക്സ് കാണും. നമ്മൾ പഠിച്ചുള്ള മുമ്പുള്ള വീഡിയോസ് ഞാൻ പറഞ്ഞുകൂടാ. ഫ്ലക്സ് കാണാൻ വേണ്ടി രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ E.ds അല്ലെങ്കിൽ Q/ε0. E.ds ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല, നമുക്ക് ആംഗിൾ അറിയില്ല. പിന്നെ എന്ത് പറയുന്നു? ആംഗിൾ സ്പിയർ ആയതുകൊണ്ട് പാരലൽ ആയിരിക്കും, അത് ഓക്കെ, θ0 ആണ്. പക്ഷെ E അറിയില്ല, നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഗോസ് തിയറി ഉപയോഗിക്കുക. അതാണ് എളുപ്പം എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെ ഫ്ലക്സ് കാണുന്നത്? Q/ε0. Q കണ്ടുപിടിച്ചു. 1.44 ഇൻറ്റു 10⁻³ ഡിവൈഡ് ബൈ ε0 എത്ര? 8.85 ഇൻറ്റു 10⁻12. ആൻസർ കിട്ടും. യൂണിറ്റ് മറന്നുപോലെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം⁻⁻1. അതാണ് ഫ്ലക്സിന്റെ യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, an infinite line charge produces a field of 9 into 10⁻⁴ Newton per coulomb at a distance of 2 centimeter. Calculate the linear charge density. അപ്പൊ അവിടെ എന്താ പറയുന്നത്? അവിടെ ഒരു ഫീൽഡ് തന്നിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇയുടെ വാല്യൂ എത്രയെന്ന് പറയുന്നു? 9 into 10⁻⁴ Newton per coulomb. പിന്നെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, സ്മോൾ ആർ. അത് എത്രയാണ്? 2 സെന്റിമീറ്റർ. മീറ്റർ ആക്കുക 2 into 10⁻² മീറ്റർ. നമുക്ക് എന്താ കാണേണ്ടത്? ലീനിയർ ചാർജ് ലാംഡയാണ് കാണേണ്ടത്. ലീനിയർ ചാർജ് ലാംഡയാണ് കാണേണ്ടത്. നമ്മൾ പഠിച്ചു. അതായത് ലൈൻ ചാർജ് ആണെങ്കിൽ അതിന്റെ ഈ കാണുന്ന ഫോർമുല 1/4πε0 2λ/r. 2λ/r നമ്മൾ ഡിറൈവ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഗോസ് തിയറത്തിന്റെ. അപ്പൊ അവിടുന്ന് നമുക്ക് വേണ്ടത് എന്താണ്? ലാംഡയല്ലേ വേണ്ടത്. ഇവിടെ നിന്ന് എങ്ങനെയാണ്? ഈയുടെ വാല്യൂ അറിയാം. 9 into 10⁻⁴ ഈക്വൽ ടു, ഇതിന്റെ വാല്യൂ നമുക്കറിയാം, 9 into 10⁻⁹ ഇൻറ്റു 2λ ഡിവൈഡ് ബൈ r എത്ര? 2 into 10⁻⁻². ഇതായി 2 ഉം 2 ഉം ക്യാൻസൽ. ഇതവിടെ 9 ഉം 9 ഉം ക്യാൻസൽ ആയി. ഇവിടെ 10⁻⁴ ഇല്ലേ? 10⁻⁴. ഇവിടെ 10⁻⁴ കട്ടാവേ, ബാക്കി എത്രയുണ്ട്? 5. 9 ൽ 4, ബാക്കി 5 ഉണ്ട്. ഇവിടെ ലാംഡ അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം എപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ ഡിനോമിനേറ്റർ 10⁻⁻².
അത് ഇപ്പുറത്ത് വന്നു. അപ്പോൾ 10⁻². ഇനി ഡിനോമിനേറ്റർ ഒന്നുമില്ല. ഇവിടെ ന്യൂമറേറ്റർ ഉള്ളത് എന്താണ്? ഒരു 10⁵. അത് ഡിവൈഡ് ചെയ്തു 10⁵. അപ്പൊ ലാംഡ ഈക്വൽ ടു 10⁵ മോളിൽ പോയേ. അപ്പൊ 10⁻⁻5 ആയി. -2 -5. അപ്പൊ 10⁻⁻7. യൂണിറ്റ് എന്താ? കൂളം പെർ മീറ്റർ.